ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന് ശേഷം 13-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ ബന്ധിച്ചിരുന്നു. സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിരുന്നു. ഒരു പാവ സ്ത്രീ, ആ സ്ത്രീ പാവം 18 കൊല്ലമായി കൂനിയാണ് നടക്കുന്നത്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അവളുടെ നട്ടെല്ലാം വളഞ്ഞു പോയി നിവരുകയില്ല. വളഞ്ഞ കൂനി പാവം ആ സ്ത്രീ എന്നാലും സംഘാലയത്തിൽ വരും, മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. അന്ന് വന്നപ്പോൾ അന്നൊരു അത്ഭുതം നടന്നു. അവിടെ നിന്ന് യേശു ഉണ്ടായിരുന്നു. അന്ന് അവൾ ഒന്ന് ദിവസം യേശു ഉണ്ടായിരുന്നു. സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനകളിൽ പിപ്തോ ഞായറാഴ്ച എന്ന് പറയുന്നത് ഈ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയതിനെക്കുറിച്ച് അനുസ്മരിക്കുന്ന ഞായറാഴ്ചയാണ്. പിപ്തോ ഞായറാഴ്ച. കൂനിയായ സ്ത്രീ കൂനി വന്നു. അവൾ വരുന്നത് യേശു കണ്ടു. കർത്താവ് അവളുടെ ദയനീയമായ സ്ഥിതി കണ്ടു. സൃഷ്ടാവ് സൃഷ്ടിയെ നോക്കി നിന്നു. ആളുകൾ അവരുടെ കാര്യങ്ങളിൽ നിന്ന് വ്യാപൃതരായിരിക്കുകയാണ്. പക്ഷേ യേശു ആ സ്ത്രീയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സ്ത്രീ കൂനി വരുന്നു. കർത്താവിന് സങ്കടം തോന്നി, കർത്താവിന് വാത്സല്യം തോന്നി, കർത്താവിന് ആർദ്രത തോന്നി. ദൈവത്തിന് സ്തോത്രം. കൂനി വരുന്ന ആ പാവം സ്ത്രീയോട് കർത്താവിന് സഹതാപം തോന്നി. കർത്താവ് അവളുടെ അരിയിലേക്ക് നീങ്ങി ചെന്നു. അവളൊന്നും ഇരുന്നില്ല. അതിനു മുമ്പ് കർത്താവ് എന്നിട്ട് അവളുടെ മുതുകത്ത് കർത്താവിൻ്റെ കരം വെച്ചു. സ്ത്രീയെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ലൂക്കോസിന് ശേഷം 13-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കാം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. രോഗത്തിൻ്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. രോഗത്തിൻ്റെ ബന്ധനം. അവൾക്കൊരു രോഗത്തിൻ്റെ ബന്ധനമായിരുന്നു. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, രോഗത്തിൻ്റെ ബന്ധനമുള്ള ആളുകളുണ്ട്. രോഗത്തിൻ്റെ ബന്ധനം അതൊരു പൈശാചിക ബാധ തന്നെയാണ്. അത് രോഗബന്ധനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ചില ആളുകൾ സുബോധമില്ലാത്തതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നത്, സുബോധമില്ലാതെ പെരുമാറുന്നത്? അതെല്ലാം ഒരു ബാധയാണ്. അതെല്ലാം ഒരു ബന്ധനമാണ്. രോഗത്തിൻ്റെ ബന്ധനം. മനോരോഗത്തിൻ്റെ ബന്ധനം. സുബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രോഗത്തിൻ്റെ ബന്ധനം. കർത്താവുകളുടെ മുതുകത്ത് തന്നെ കരം വെച്ചു. സ്ത്രീയെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. കർത്താവ് തൊട്ടു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളൊരു വാക്ക് പറയാനുണ്ട്. ഇനിയും ബന്ധനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. രോഗത്തിൻ്റെ ബന്ധനത്തിൽ കൈവയ്ക്കുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ രോഗം എന്താണോ അവിടെ കൈവയ്ക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയൂ, നിങ്ങൾ വിശ്വസിക്കൂ, യേശു ഇവിടെയുണ്ട്. രോഗബന്ധനം അഴിക്കാൻ യേശു ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ബന്ധനം അഴിക്കാൻ യേശു ഇവിടെയുണ്ട്. പാപത്തിൻ്റെ ബന്ധനം അഴിഞ്ഞാൽ രോഗത്തിൻ്റെ ബന്ധനം അഴിയും. പാപത്തിൻ്റെ ബന്ധനം അഴിയാതെ രോഗത്തിൻ്റെ ബന്ധനം മാത്രം അഴിഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവർ അവർ സ്റ്റേജിൽ കൂടി ഓടി നടക്കുകയും ചിലരെ കൊണ്ട് ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർ പാപത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. ആ മനുഷ്യൻ രോഗസൗഖ്യം കിട്ടിയാലും കടന്നു ചെല്ലുമ്പോൾ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ മാനസാന്തരം വരണം, പാപം മാറണം. അക്കാര്യം ഇങ്ങനെയുള്ള സുവിശേഷകർ ചിന്തിക്കുന്നില്ല. സുവിശേഷകരെ മൊത്തത്തിൽ കുറ്റം പറയുകയല്ല, പക്ഷേ ഒരു വലിയ സത്യം പറഞ്ഞു തരികയാണ്. അതൊന്നും നിർമ്മല സുവിശേഷമല്ല. പാപി മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ രോഗങ്ങൾ മാറിയെന്ന് വരാം, മാറിയില്ലെന്ന് വരാം. പാപി മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് വാസ്തവമായ രോഗശാന്തി എന്ന് പറയുന്നത്. അല്ലാതെ രോഗശാന്തി കിട്ടിയെന്നുള്ളതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. ഒന്ന്, പാപത്തിൻ്റെ ബന്ധനം അഴിയുന്നു. 2, രോഗത്തിൻ്റെ ബന്ധനം അഴിയുന്നു. 16-ാം വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ ബന്ധിച്ചതുകൊണ്ടാണ് അവളുടെ നടുവ് കുഞ്ഞു പോയത്. സാത്താൻ ബന്ധിച്ചതുകൊണ്ടാണ് അവളുടെ നടുവ് വളഞ്ഞു പോയത്. സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണമോ? മാറാത്ത തലവേദന വിട്ടുപോകും മാനസാന്തരപ്പെട്ടാൽ. മാറാത്ത വയറുവേദന വിട്ടുപോകും മാനസാന്തരപ്പെട്ടാൽ. ക്യാൻസർ രോഗം വിട്ടുപോകും മാനസാന്തരപ്പെട്ടാൽ. ജീവിതത്തിൽ ക്രിസ്തു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. പ്രിയപ്പെട്ടവരെ, സത്യമാണ്. ഈ കണ്ട വർഷങ്ങൾ അത്രയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ല ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്.
യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം നടക്കേണ്ടത് മാനസാന്തരം നടക്കണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കണം. ക്രിസ്തു ഈ ഹൃദയത്തിൽ നിന്ന് വാഴണം. പാവം മാറണം, അശുദ്ധി മാറണം, അത്യാഗ്രഹം മാറണം, ദ്രവ്യാഗ്രഹം മാറണം, സ്വാർത്ഥത മാറണം, ജഡത്തിൻ്റെ അശുദ്ധി മാറണം, എല്ലാ തിന്മകളും മാറണം. അങ്ങനെ ജീവിതം ക്രിസ്തുവിൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട് കേട്ടോ. സത്യമായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. ഇത് അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നത്. ഇന്ന് പലരും എന്നെ എതിർക്കുന്നുണ്ട്, പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഈ കൂട്ടായ്മ നടത്തുന്നതിന് പലർക്കും അലോസരമാണ്. അതുകൊണ്ട് പലർക്കും ദേഷ്യമുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കണക്കാക്കാത്തതിന് കാരണം എനിക്ക് യേശുവിനെ കിട്ടിപ്പോയി, യേശുവിനെ കണ്ടുപോയി. യേശുവിനെ എനിക്ക് ലഭിച്ചു പോയി. യേശുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു പോയി. യേശുവിൻ്റെ തലോടൽ ഞാൻ ഏറ്റുപോയി. യേശുവിൻ്റെ കണ്ണുനീരൊടുക്കുന്നത് ഞാൻ അനുഭവിച്ചു. യേശുവിൻ്റെ വേദനകൾ മാറ്റി ഞാൻ അനുഭവിച്ചു. യേശുവിൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ അനുഭവിച്ചു. യേശുവിനെ ഞാൻ അനുഭവിച്ചു പോയി. എനിക്ക് മാറാൻ ഒക്കുകയില്ല. ആരെല്ലാം എതിർത്താലും മാറുകയില്ല. ഞാനൊരു സഭയെക്കുറിച്ചും പറയുകയില്ല, ഒരു പള്ളിയെക്കുറിച്ചും പറയുകയില്ല, ഒരു വിശ്വാസത്തെക്കുറിച്ചും പറയുകയില്ല. ആകെ പറയും യേശുവിനെക്കുറിച്ച് മാത്രം പറയും. യേശുവിനെക്കുറിച്ച് മാത്രം. മാനസാന്തരം, അത് യേശുവിനെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപത്തിൻ്റെ ബന്ധനം മാറണം, രോഗത്തിൻ്റെ ബന്ധനം മാറണം, പിശാചിൻ്റെ ബന്ധനം മാറണം. പിശാചിൻ്റെ ബന്ധനം അനേകരെ സാത്താനായിട്ട് കറക്കിക്കൊണ്ട് നടക്കുകയാണ്. അനേകരെ പിശാച് ബന്ധിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം ചൊൽപ്പടിക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ, എത്രയോ പേരാണ് സാത്താൻ ചൊൽപ്പടിയിൽ പോകുന്നത്. ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാകുന്നു, മാതാപിതാക്കളും മക്കൾ തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ച് ജീവിക്കുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? അതിനെല്ലാം പിന്നിൽ പിശാചിൽ നിന്ന് അവൻ ചിരിക്കുകയാണ്. മനുഷ്യനെ കടിപിടി കൂടിയിട്ട് പിശാച് ചിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവിനെയും ഭിന്നിപ്പിച്ചിട്ട് പിശാച് ചിരിക്കുകയാണ്. അവന് വലിയ സന്തോഷം, അവൻ്റെ പോക്കറ്റിലേക്ക് ആൾ കിട്ടിയല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ജീവിതത്തിൽ ചില വലിയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, നീ ഏറ്റു പറഞ്ഞല്ലോ, നന്നായി. പാവങ്ങൾ ഏറ്റു പറഞ്ഞാൽ കർത്താവ് മോചിക്കും, ശരിയാണ്. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോളണം, ഇനി അതിലേക്കൊന്നും പോകരുത്. എന്നാൽ കർത്താവ് നിനക്ക് മോചനം തരും. ഇനി അതിലേക്ക് പോകരുത്. ഇല്ല സാറേ, ഞാൻ പോവില്ല. എന്നാൽ നീ ഒരു കാര്യം തീരുമാനിക്കുക, ഇനി ഞാൻ തോറ്റു കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുക. ഞങ്ങൾ ഇനി ഞാൻ പിശാചിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയില്ല തീരുമാനിക്കാൻ പറഞ്ഞു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അവൻ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താ പറഞ്ഞത്? ഞാൻ തോറ്റു കൊടുക്കുകയില്ല, പിശാചിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുകയില്ല, ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കുകയില്ല. അങ്ങനെ തീരുമാനിക്കണം. ഇല്ല, പിശാചിനെ കിട്ടുകയില്ല, എന്നൊരു പാവത്തിലേക്ക് വലിച്ചടിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല, അങ്ങനെ തീരുമാനിക്കണം. നമ്മുടെ ഓരോ അവയവവും ക്രിസ്തുവിൻ്റെ അവയവമായിട്ട് കാണണം. എൻ്റെ കണ്ണ് യേശുക്രിസ്തുവിൻ്റെ കണ്ണായിട്ട് കാണണം. ഈ കണ്ണ് അരുതാത്തത് നോക്കുകയില്ല, അരുതാത്തത് കാണുകയില്ല, അരുതാത്തത് കാണാൻ ആഗ്രഹിക്കുകയില്ല, അരുതാത്ത പടം കാണുകയില്ല, അരുതാത്ത ഒന്നും ഈ കണ്ണ് കാണുകയില്ല. ഇത് യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കണ്ണുകളാണ്. ഈ കയ്യെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ഈ കയ്യെ അരുതാത്തൊന്നും ചെയ്യുകയില്ല. ഇത് യേശുവിന് വേണ്ടി സമർപ്പിച്ച കൈയാണ്. യേശു ചെയ്തെങ്കിൽ മാത്രമേ ഈ കൈ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. യേശു ചെയ്യാത്തതൊന്നും ഈ കൈ ചെയ്യുകയില്ല. എൻ്റെ ഈ നാവ് യേശുവിനെ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇത് യേശു സംസാരിക്കുന്നത് മാത്രമേ ഈ നാവ് സംസാരിക്കൂ. സ്വന്തമായിട്ടൊന്നും സംസാരിക്കുകയില്ല. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് ഒന്നും ഉണ്ടാവില്ല. സ്തോത്രം അത്രേ വേണ്ടത്, സ്തോത്രം മാത്രം. ദൈവത്തിന് സ്തോത്രം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നല്ല വാക്കുകൾ മാത്രം പുറപ്പെടും തീരുമാനിക്കുകയാണ്. കാരണം യേശുവിൻ്റെ നാവായി മാറി. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താണ് ഈ പറയുന്നത്? യേശുവിൻ്റെ നാവായി മാറുകയാണ്. നാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ തിരുശരീരം അനുഭവിക്കുകയാണ്, കർത്താവിൻ്റെ തിരുരക്തം അനുഭവിക്കുകയാണ്. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. നമുക്കറിയാം, അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രമാകുന്നു. അത് വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കൈകളിൽ, എൻ്റെ ഈ ശരീരത്തിൽ കൂടി ഒഴുകുന്നതായ രക്തം യേശുവിൻ്റെ രക്തമായി മാറുകയാണ്. വല്ലവരും അറിയുന്നുണ്ടോ? ഇത് അറിയുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ ഈ ശരീരം യേശുവിൻ്റെ ശരീരമായി മാറുകയാണ്. എൻ്റെ ഈ ശരീരത്തിൽ ഇനി അശുദ്ധി വരാൻ പറ്റുകയില്ല. ഇത് യേശുവിൻ്റെ ശരീരമായി പോയി. എൻ്റെ കൈകൾ ഇനി അരുതാത്ത തൊടാൻ പാടില്ല. ഇത് യേശുവിൻ്റെ കൈകളായിപ്പോയി. എൻ്റെ കൈ അരുതാത്ത എഴുതാൻ പാടില്ല. ഇത് യേശുവിൻ്റെ കൈകളായിപ്പോയി. എൻ്റെ കണ്ണ് അരുതാത്ത കാണാൻ പറ്റുകയില്ല. ഇത് യേശുവിൻ്റെ കണ്ണുകളായിപ്പോയി. ഇതാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? വെറുതെ നിങ്ങൾ കുറച്ച് പ്രസംഗം കേട്ടിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളിന്ന് വ്യക്തമായ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, ഈ ജീവിതം
ഇനി ഇന്നു മുതൽ യേശുവിൻ്റേത് മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതം യേശുവിൻ്റേത് മാത്രം. ദൈവത്തിന് സ്തോത്രം. 1, പാപത്തിന് ബന്ധനഴിക്കും യേശു ക്രിസ്തു. 2, രോഗത്തിന് ബന്ധനഴിക്കും യേശു ക്രിസ്തു. 3, പിശാചിന് ബന്ധനഴിക്കും യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ബന്ധനഴിക്കുന്നത്? പുറപ്പാട് 5:1, 8:1. എന്തിനാണ് ബന്ധനഴിക്കുന്നത്? ബന്ധനഴിക്കും. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടി അഴിക്കുന്നു? അതിൻ്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഉത്സവത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ നിരാശ പറ്റിയ അന്തരീക്ഷം മാറും. ഉത്സവം ആഘോഷിക്കാൻ പറ്റും. ബന്ധനം കഴിഞ്ഞാൽ ഉത്സവമാണ്. ബന്ധനം കഴിഞ്ഞാൽ ഹൃദയത്തിൽ സന്തോഷ തികവാണ്, സമാധാനത്തിൻ്റെ നിറവാണ്. ബന്ധനം എന്തിന്? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഉത്സവം കഴിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഉത്സവം. 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക. ആരാധനയ്ക്ക് വേണ്ടിയാണ് വിട്ടയക്കുന്നത്. ആരാധന, സ്തോത്രം ചെയ്യാൻ വേണ്ടി വിട്ടയക്കുന്നു. സ്തുതിക്കാൻ. സ്തുതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ ഈ സ്തുതി എന്ന് പറയുന്നത് എന്താണ്? സ്തുതി സഭയിൻ മക്കളെ പഠിപ്പിക്കാനും അത് സ്തുതി അണിയിക്കാനുമാണ് മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും നിയമിച്ചത്. മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും നിയമിച്ചത് എന്തിനു വേണ്ടിയെന്ന് പിതാക്കന്മാർ പറയുന്നു. മേൽപ്പെട്ടക്കാർ പട്ടക്കാരോട് ശമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണിയിച്ചാരിവരനിശം തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളായി. അനവരതം സ്തുതികളാൽ, അനവരതം സ്തോത്രനാദത്താൽ ദൈവത്തെ ആരാധിക്കാൻ, സഭയിൻ മക്കളെ സ്തുതി അണിയിക്കാൻ അതിന് മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും ഏർപ്പാടാക്കി. മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാശന്മാരെയും സഭയിൽ കർത്താവ് ഏർപ്പാടാക്കി, അവരെ നിയോഗിച്ചു. എന്തിന്? അണിയിച്ചാൽ ഇവർ അണിയിച്ചു സഭയെ. ഇവിടെ അനിശം എല്ലായ്പ്പോഴും അനവരതം ചെയ്ത് ഏറ്റുവസിക്കുന്ന സ്തുതികളാലെ ആരാധിക്കാൻ അവരെ അഭ്യസിപ്പിച്ചു. അതാണ് മേൽപ്പെട്ടക്കാരുടെ ചുമതല, പട്ടക്കാരുടെ ചുമതല, ശമ്മാശന്മാരുടെ ചുമതല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു കൂട്ടരെ? നിങ്ങളിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? സ്തുതി അണിയണം, സ്തുതിയിരിക്കണം. സ്തുതി. മേൽപ്പെട്ട വിവരങ്ങളെ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനഭാവികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മേൽപ്പെട്ട വിവരങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബലഹീനൻ്റെ ഭാവികളായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ സ്തുതിയിൽ നിന്ന് മൗനമായിരിക്കാനും നിന്നെ പോഴത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങൾക്ക് ഇടയാകരുതേ. നിന്നെ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയൻ അറിയുന്നേ, സർവകടങ്ങളുമാരാ ഞാൻ നരകം താരൻ അവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ, മൗനം ഹൃദയാൽ ഞാൻ പോകും. നീക്കുക കൃപയാൽ പാവം നീങ്ങുമ്പോഴാണ് സ്തുതി വരുന്നത്. നിന്നെ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ നിർത്തരുതേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കയറിയിട്ട് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എപ്പോഴും ഇടപെടാതെ സ്തുതിക്കേണ്ടവരാണ്. എങ്ങനെ? ഹൃദയത്തിൽ സന്തോഷം നിറയണം. സ്നേഹിത, നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ടോ? മകളെ, നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ സന്തോഷമുണ്ടോ? മുഖം വാടിയല്ലേ ഇരിക്കുന്നത്, ഹൃദയം വാടിയല്ലേ ഇരിക്കുന്നത്. ഇന്ന് മുഖം മ്ലാനമായിട്ടല്ലേ ഇരിക്കുന്നത്. ഈ മ്ലാനതയെല്ലാം മാറും, ഈ വാട്ടമെല്ലാം മാറും. ക്രിസ്തുവിൻ്റെ അകത്ത് വരുമ്പോൾ നീ പ്രകാശം ജ്വലിക്കുന്നവളായിത്തീരും. നീ പ്രകാശധോരണിയിൽ അത്ഭുതപ്പെട്ട് അനുഗ്രഹീതമായ പ്രകാശത്തിൽ നിങ്ങൾ ദൈവത്തെ വാഴ്ത്തി പാടുന്നവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. കുർബാനയുടെ അവസാനം മധുബായിൽ നിന്നൊരു കൽപ്പന വരും. അറിയാമോ അത്? മധുബായിൽ നിന്നൊരു കൽപ്പന വരും. നാം ഒട്ടഹസിച്ച് പറയണം. എന്താണ് ഒട്ടഹസിച്ച് പറയേണ്ടത്? പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടനും സ്തുതിക്കപ്പെട്ടനുമാകുന്നു, ആദി മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. പയ്യെ പറഞ്ഞ പോരെന്ന് അട്ടഹസിച്ച് പറയണമെന്ന്. പ്രിയപ്പെട്ടവരെ, പാപത്തിന് ബന്ധനം അഴിയണം, രോഗത്തിന് ബന്ധനം അഴിയണം, പിശാചിന് ബന്ധനം അഴിയണം. അപ്പോൾ ആ ഉത്സവം തുടങ്ങും, ആരാധന തുടങ്ങും.
എന്തിനെ അഴിക്കുന്നു? മർക്കോസിന് ശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം എന്തിനാണ് അഴിക്കുന്നത്. ഇതിനെ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. സ്തോത്രം. എന്തിനാണ് ഇതിനെ അഴിക്കുന്നത്? ബന്ധനം അഴിയുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിന് ആവശ്യമുണ്ട്. മോനെ, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഞാൻ ഇത്രയ്ക്കും ധരിച്ചിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പാവങ്ങൾ ഓർത്ത് ഞാൻ കരഞ്ഞപ്പോഴും അനുതാപത്തോടെ പാവങ്ങളേറ്റ് പറഞ്ഞപ്പോഴും ഇത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല യേശുവിന് ആവശ്യമുണ്ട് എന്ന്. ഇപ്പോൾ നീ കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. യേശുവിന് ആവശ്യമുണ്ട്. ഇടം കയ്യേത് വലം കയ്യേത് തിരിച്ചറിയാൻ പാടില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ. അവർക്ക് സ്വർഗമുണ്ടോ നരകമുണ്ടോ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഒന്ന് വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നു, അത്താഴം കഴിക്കുന്നു, രാവിലെ കന്നുകാലിയെ തൊഴുത്തിൽ അഴിച്ചുവിടുന്ന പോലെ എല്ലാവരും ഇറങ്ങി ജോലിക്കൊക്കെ പോകുന്നു. പ്രാർത്ഥനയില്ല, നമസ്കാരമില്ല, ആരാധനയില്ല, ഒന്നുമില്ല. അങ്ങനെ പോകുന്നൊരു കൂട്ടം ജനം. ഇടം കയ്യേത് വലം കയ്യേതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സ്വർഗമുണ്ടോ നരകമുണ്ടോ അറിഞ്ഞുകൂടാ. ഈ ജനത്തിന് വചനം കൊടുക്കാൻ സ്നേഹിതരെ നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ട് വരണം, മുന്നോട്ട് ചാടി വരണം, കുതിച്ചു വരണം, കർത്താവിൻ്റെ വേല ചെയ്യണം. നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞിട്ട് നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യണം. ആരെയും പ്രസാദിപ്പിക്കാൻ നോക്കണ്ട. ലോകത്ത് ആരെയും പ്രസാദിപ്പിക്കാൻ നോക്കണ്ട. ഒരാൾ പ്രസാദിച്ചാൽ മതി. സ്തോത്രം. ഒരൊറ്റയ്ക്ക് ഒരാൾ പ്രസാദിച്ചാൽ മതി. ആര്? കർത്താവായ യേശു ക്രിസ്തു. വേറെ ആരും പ്രസാദിക്കാൻ നോക്കണ്ട. ദൈവത്തിൻ്റെ ഒരു മുഖത്തുപെടട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, നല്ലപോലെ സംഗീതം അഭ്യസിച്ചു. സംഗീതം പഠിക്കാൻ ബഹുമിടുക്കനാണ്. സംഗീതം നല്ല പാട്ട് പാടും. വളരെ സമർത്ഥനാണ്. സംഗീതത്തിൻ്റെ ശാസ്ത്രം പഠിച്ചു, ശരിയായിട്ട് പാടാൻ പഠിച്ചു. അവൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ദിവസം, അരങ്ങേറ്റം ആദ്യമായിട്ട് വലിയൊരു സദസ്സ് വന്ന് കൂടിയിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പാടാൻ അവൻ സ്റ്റേജിലിരുന്നു. സ്റ്റേജിൽ വന്നു അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ആളുകളെല്ലാവരും ഈ ചെറുപ്പക്കാരൻ്റെ പാട്ട് കേൾക്കാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോഴുണ്ട് അതിനകത്ത് പാട്ട് തുടങ്ങി. അയ്യോ, എന്നെ അപ്ലോസായിരുന്നു. എന്തു വലിയ ആഹ്ലാദം! ഇത്രയും മധുരമായി ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടില്ല. എല്ലാവരും അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്നു. പാട്ടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൈ ഉയരത്തിൽ പൊക്കി കൈയടിച്ചു. അവനെ അത്യന്തം അനുമോദിച്ചു. അടുത്ത പാട്ട് പാടിയപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ചിലർ അവൻ്റെ ഷർട്ടിൽ കൊണ്ടുവന്ന് മെഡൽ കുത്തുന്നു, ചിലർ അവന് സമ്മാനങ്ങൾ കൊടുക്കുന്നു. എല്ലാവരും ആവേശഭരിതരായി. എത്ര നല്ല പാട്ടാണ്. പക്ഷേ ഇതൊക്കെ ആയിട്ട് ആ ചെറുപ്പക്കാരൻ്റെ മുഖം മങ്ങിയിരിക്കുന്നു. പാടുന്നുണ്ടെങ്കിലും മുഖം മങ്ങിയിരിക്കുന്നു. എന്താണാവോ? അവൻ്റെ മുഖത്ത് ഒരു പ്രസാദം വരുന്നില്ല. മൂന്നാമത് പാടിയപ്പോഴുണ്ടല്ലോ ആ സദസ്സ് മുഴുവൻ നിശ്ചലമായി പോയി. അത്ര മധുരതരമായ ശബ്ദത്തിൽ, അത്ര ഇമ്പകരമായ ശബ്ദത്തിലാണ് പാട്ട് പാടിയത്. അപ്പോഴും അവൻ്റെ മുഖം തെളിഞ്ഞില്ല. ആളുകളെല്ലാം അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്, എല്ലാവരും സന്തോഷിക്കുകയാണ്. അവൻ്റെ മുഖം മാത്രം തെളിയുന്നില്ല. ഒരാൾ സ്റ്റേജിലേക്ക് നിന്നിട്ട് ചോദിച്ചു, നിൻ്റെ ഇത്രയും ആളുകളെല്ലാം നിൻ്റെ പാട്ട് കേട്ട് സന്തോഷിച്ചല്ലോ, നിൻ്റെ മുഖം എന്താ പാടിയിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഈ സ്റ്റേജിൽ ആ കർട്ടൻ്റെ മറകിൽ ഒരാളിരിപ്പുണ്ട്. എന്നെ സംഗീതം പഠിപ്പിച്ച അധ്യാപകനോട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം തെളിഞ്ഞാലേ എൻ്റെ മുഖം തെളിയുള്ളൂ. എൻ്റെ പാട്ട് കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഇതുവരെയും തെളിഞ്ഞില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖം തെളിയാത്തത്. എന്നെ ഈ സംഗീതം അഭ്യസിപ്പിച്ച അധ്യാപകൻ അവിടെ ഇരിപ്പുണ്ട്. അധ്യാപകൻ്റെ മുഖം ഇതുവരെയും തെളിഞ്ഞില്ല. അധ്യാപകൻ തൃപ്തിയായില്ല. അതുകൊണ്ടാണ് എനിക്ക് മുഖം തെളിയാത്തത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥന് മുഖം തെളിയാത്തക്കൊണ്ട് നിങ്ങൾ നിൽക്കണം. യേശുക്രിസ്തുവിൻ്റെ മുഖം തെളിയത്തക്കൊണ്ട് നിങ്ങൾ നിൽക്കണം. യേശുക്രിസ്തുവിൻ്റെ മുഖം പ്രസാദിക്കത്തക്കൊണ്ട് നിങ്ങൾ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ നാഥന്, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ എൻ്റെ യേശുവിന്, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ രക്ഷകന്, എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ ത്യജിച്ച എൻ്റെ രക്ഷകന്, അവിടുത്തെ ഉള്ളം പ്രസാദിക്കത്തക്കവണ്ണം ഇനി ഞാൻ നിൽക്കും. വേറൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല. ഏതൊരു കാര്യത്തിലും എൻ്റെ പ്രിയൻ്റെ ഉള്ളം തണുപ്പിക്കുന്നതിനായി ഞാൻ നിൽക്കും. എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിന് ആശ്വാസത്തിനായി ഞാൻ നിൽക്കും. എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കുന്നതിനായി ഞാൻ നിൽക്കും. വേറൊന്നും ഞാൻ പറയുന്നില്ല കർത്താവേ. ഇതെൻ്റെ എളിയ തീരുമാനമാണ്. ആ തീരുമാനം പോലും നീ മുദ്ര വെച്ച് തന്നാലേ ആകുകയുള്ളൂ, നീ പൂർത്തീകരിച്ച് തന്നാലേ ആകുകയുള്ളൂ. എൻ്റെ തീരുമാനം പോലും ബലഹീനമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് കർത്താവേ, എൻ്റെ ഈ തീരുമാനം നീ അറിയിക്കുകയാണ്. ഈ തീരുമാനം നീ സീൽ ചെയ്ത് തരണമേ. ഈ തീരുമാനം നിൻ്റെ പരിശുദ്ധാത്മാവിനെ മുദ്രയണിച്ച് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ സിഗ്നേച്ചർ ഇട്ട് തരണമേ. എൻ്റെ ഈ തീരുമാനത്തിന്മേൽ നീ മുദ്ര പതിപ്പിക്കണമേ. ആത്മാവിനെ മുദ്ര പതിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയാം, കർത്താവേ,
ഇന്ന് ഞാനിത് എന്നെ നിസ്സാരമായ ആളത്തിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ ക്ഷണികമായ ആയുസ്, ഈ അല്പകാലത്തേക്കുള്ള ആയുസ്, ഇന്ന് കാണുന്ന നാളെ മറഞ്ഞു പോകുന്നതായ ആവി പോലെയുള്ളതായ ആയുസ് നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ, പറയൂ. കർത്താവിനോട് പറയണം. അന്ന് ജൂലിയസ് സീസർ ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോവുകയായിരുന്നു. ജൂലിയസ് സീസർ ആസ്ഥാന മണ്ഡപം, അത് മന്ത്രിമാരും സേനാനായകന്മാരെല്ലാം കൂടുന്ന വലിയ ആലോചനാ സ്ഥലമാണ്. ഇത്തിരി വൈകിപ്പോയി, ഇത്തിരി വൈകിപ്പോയി. പുറപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരാളുടെ ഒരു ലെറ്റർ കൊണ്ടു കൊടുത്തു, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. അതിൻ്റെ അർത്ഥം വേറെ ആരും കാണരുത്, ഒരു എഴുത്താണ്, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. പക്ഷേ അത് അപ്പോൾ വായിക്കാൻ തോന്നിയില്ല. ട്രൗസറിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അദ്ദേഹം ധൃതി പിടിച്ച് ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയി. അന്ന് കാര്യാലോചന സഭയിൽ വെച്ച് കാഷ്യസ്, കാസ്ക, ബ്രൂട്ടസ് തുടങ്ങിയവർ സീസറെ കുത്തിക്കൊന്നു. സീസറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ലെറ്റർ കണ്ട് നോക്കി, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. എന്താ എഴുതിയിരുന്നത്? ഇന്ന് ആസ്ഥാന മണ്ഡപത്തിൽ പോകരുത്, ഇന്ന് പോയാൽ നിന്നെ കൊല്ലാനോട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരിക്കലും പോകരുത് എന്നാണ് എഴുതിയിരുന്നത്. അനുസരിച്ചാൽ മതിയായിരുന്നു. പോകരുതെന്ന് എഴുതിയിരുന്നായിരുന്നു, അനുസരിച്ചാൽ മതിയായിരുന്നു. നോക്കാൻ പോലും തോന്നിയില്ല. 2240 യാത്രക്കാരുമായി ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പലിങ്ങ് പോവുകയായിരുന്നു. ആ കപ്പൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ഒരു ആഡംബര കപ്പലായിരുന്നു, ലോകത്തിലുണ്ടായിട്ടുള്ളതിലേക്കും മനോഹരമായൊരു കപ്പൽ. ഈ 2240 യാത്രക്കാരുമായിട്ട് പോകുന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി ഇങ്ങനെ നീങ്ങുകയാണ്. എത്ര വേഗം പോകുമെന്ന് ക്യാപ്റ്റൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ റൂമിൽ നിന്ന് മാറാതെ അദ്ദേഹം ശ്രദ്ധയോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വേഗം പോകുമെന്ന് ആദ്യമായിട്ട് ഓടുന്ന സമയമാണ്. അപ്പോഴേ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കട്ടെ. ഇത് ഞാൻ ഈ എഞ്ചിനിൽ ശ്രദ്ധ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കാൻ പറ്റുകയില്ല. കുറെ കഴിഞ്ഞു, ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ബെല്ലടിച്ചു, എടുത്തില്ല. പിന്നെയും 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. ടൈറ്റാനിക് കപ്പലിലെ ക്യാപ്റ്റൻ ഫോൺ എടുത്തപ്പോൾ കേട്ടതാണ്, ഐസ്ബർഗ് ഹെഡ്. വലിയൊരു മഞ്ഞ് മല മുൻപിൽ, ഒരു മഞ്ഞ് പർവ്വതം മുമ്പിൽ, ഐസ്ബർഗ് ബെഹെഡ്, ഡീവിയേറ്റ്, വഴി മാറി പോവുക. സമയം കഴിഞ്ഞു പോയിരുന്നു. അടുത്ത നിമിഷം പെട്ടെന്ന് പൊട്ടി തകരുന്ന ശബ്ദം കേട്ടു. ടൈറ്റാനിക് പൊട്ടി, മഞ്ഞുമല ഇടിച്ചു, ടൈറ്റാനിക് തകർന്നു. 680 ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കടലിൽ മുങ്ങി. 680 ആളുകൾ ബോട്ടിൽ രക്ഷപ്പെട്ടു, രക്ഷാബോട്ടുകളിൽ. ഒരു ചെറിയ ശ്രദ്ധ, പിന്നെ എടുത്തോളാം, പിന്നീട് എടുത്തോളാം. സ്നേഹിതരെ, പിന്നെയാകട്ടെ നിൽക്കരുത്. ഇന്ന് എന്നൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് ഒരു ഗിഫ്റ്റാണ്, സമ്മാനം. ഇന്ന് കിട്ടിയ സമ്മാനമാണ്. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, അത് കഴിഞ്ഞുപോയി. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, അത് ചരിത്രമായി പോയി. ടുമോറോ ഈസ് എ മിസ്റ്ററി, നാളെ അതൊരു രഹസ്യമാണ്, ആർക്കറിയാം, എന്താണെന്ന് അറിയാൻ പാടില്ല. ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ഇന്ന് എന്നൊരു ദിവസം നിങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഹൃദയം കൊടുക്കൂ യേശുവിന്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ യേശുവിന്. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ, ഇത്രയും കാലം നിന്നെ അറിയാതെ ബന്ധനത്തിൽപ്പെട്ട് കിടന്നിരുന്നു. അനേകം ബന്ധനങ്ങൾ എനിക്കുണ്ടായിരുന്നു. പാപത്തിൻ്റെ ബന്ധനം, പിശാചിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം. കർത്താവേ, അനേക ബന്ധങ്ങൾ. എന്നാൽ എന്നെ അഴിച്ചുവിടുന്ന എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുകയും എന്നെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതാ ഞാൻ എന്നെ തന്നെ കരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം. കൊടുക്കൂ പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ ഈ ജീവിതം യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. 17-ാമത്തെ വയസ്സിൽ. സ്തോത്രം. വചനം കേട്ടപ്പോൾ പിന്നെ ആട്ടെന്ന് വിചാരിച്ചില്ല, കൊടുത്തു. ഈ കണ്ട കാലങ്ങൾ അത്രയും കർത്താവ് ഐശ്വര്യമായി കാത്തു. എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. എൻ്റെ വചനം കേൾക്കാൻ വരുന്ന ദൈവമക്കളോട് നന്ദിയുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ ഒരു പാവപ്പെട്ട വേലക്കാരൻ. ദൈവം കൃപ ചെയ്ത് ആരോടും 10 പൈസ വാങ്ങാതെ കർത്താവിന് വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരോട് സംഭാവന ചോദിക്കില്ല, സംഭാവന വാങ്ങുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാണ്. ഞാൻ യേശുവിൻ്റെ വേലക്കാരനാണ്. ഞാൻ യേശുവിൻ്റെ ദാസനാണ്. എൻ്റെ ആയുസ്സിൻ്റെ ഉടമസ്ഥൻ യേശുവാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് യേശുവിൻ്റെ കൃപയാലാണ്. ഇന്ന് എനിക്ക് ജീവൻ കിട്ടിയിരിക്കുന്ന യേശുവിൻ്റെ കൃപയാണ്.
നീ വചനം പറയാൻ കൃപ തന്നത് യേശുവിൻ്റെ കൃപയാണ്. നിങ്ങൾ യേശുവിനെ കാണുക. എന്നെ നിങ്ങൾ മറന്നേക്ക്. തീർച്ചയായും എന്നെ നിങ്ങൾ പാടെ മറന്നേക്കൂ. നിങ്ങൾ എൻ്റെ യേശുവിനെ ഓർത്തുകൊള്ളൂ. യേശുവിനെ കണ്ടാൽ മതി. എന്നെ നിങ്ങൾ മറന്നു കളയോ പ്രിയപ്പെട്ടവരെ. ഞാൻ ആരുമല്ല, ഞാൻ വെറും പൊട്ടക്കഴുത. എന്നാൽ എൻ്റെ മേൽ വാഹനമേറിയിരിക്കുന്നതിനെ നിങ്ങൾ കാണുക. ഈ കഴുതമേൽ വാഹനമേറി വരുന്നവനെ നിങ്ങൾ കാണുക. യേശുവിനെ നിങ്ങൾ കാണുക. യേശുവിനെ നിങ്ങൾ സ്തുതി അർപ്പിക്കുക. യേശുവിനെ നിങ്ങൾ വാഴ്ത്തിപ്പാടുക. പാവം കഴുതയ്ക്കല്ല സ്തുതി, കഴുതയ്ക്ക് വേണ്ടിയല്ല പട്ടു വിരിച്ചത്, കഴുതയ്ക്ക് വേണ്ടിയല്ല പൂക്കൾ വിതറിയത് യേശുവിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ. യേശുവേ, ഇത്രയും കാലം നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാലങ്ങൾ ഇന്ന് ഞാനിതാ ഈ ആയുസിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വെച്ച് തരുന്നു. ഞാൻ എക്സ്ചേഞ്ച് തരുന്നു. കർത്താവേ, എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കഷ്ടപ്പാടുള്ള ജീവിതം, ദുരിതമുള്ള ജീവിതം, യാതനയേറ്റ ജീവിതം, ഭാരമുള്ള ജീവിതം, ക്ലേശമുള്ള ജീവിതം, ദൈവമേ, അനേകം പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ജീവിതം, ഇതിപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നു. യേശുവേ, ഇപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് എന്താ വെച്ച് തരുന്നു. എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ നീ വെടിപ്പാക്കണമേ. നിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ കൂടുവാൻ എനിക്കും ഭാഗ്യം തരണമേ. കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാനും പറന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ, എനിക്ക് സ്തുതിയുടെ ചെറുത് തരണമേ. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, തലകളെ താഴ്ത്താതെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇപ്പോൾ ധ്യാനിച്ചിരിക്കാം. അല്പസമയം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് ധ്യാനിക്കാം. കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, ഇതാ ഞാൻ ദാസി. യേശുവേ, ഇപ്പോൾ എൻ്റെ അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ ബന്ധനം അഴിക്കണമേ. പാപത്തിന് ബന്ധനം അഴിക്കണമേ. രോഗത്തിന് ബന്ധനം അഴിക്കണമേ. സാത്താൻ്റെ ബന്ധനം അഴിക്കണമേ. കർത്താവേ, എനിക്ക് ഉത്സവം തരണമേ. എനിക്ക് ആരാധന തരണമേ. കർത്താവേ, എന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. കർത്താവേ, ഞാൻ തയ്യാറാണ്. കർത്താവേ, നീ എന്നെ എവിടെ വിട്ടാലും അവിടെ പോകാം. എന്നെ കൊണ്ട് എന്താഗ്രഹിക്കുന്നോ അത് ഞാൻ ചെയ്തു കൊള്ളാം. യേശുവേ, ഇതാ ഞാൻ നിൻ്റെ ദാസൻ, ഇതാ നിൻ്റെ അടിമ. ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എനിക്ക് ക്രൂസിൽ സ്വാതന്ത്ര്യം തന്ന യേശുവേ, ക്രൂസിൽ രക്തത്താൽ എനിക്ക് വിടുതൽ തന്ന യേശുവേ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സമർപ്പിക്കാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. കർത്താവേ, ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണമേ. എല്ലാ ബന്ധങ്ങളും ഒഴിഞ്ഞ് സ്വതന്ത്രരായി നിന്നെ ആരാധിപ്പാരി മക്കൾക്ക് ഭാഗ്യം നൽകണമേ. ഉത്സവം തുടങ്ങണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.